മാനസി, നീ എങ്ങോട്ടേ പോന്നെ? നീ അകത്ത് എന്തൊക്കെയാടി വിളിച്ചു പറഞ്ഞത്? നീ എന്നോട് പറഞ്ഞല്ലേ പൃഥ്വിയുടെ സത്യം എല്ലാവരോടും പറയുമെന്ന്? പിന്നെ നീ എന്തിനാടി അകത്ത് ഇല്ലാത്ത കള്ളം മുഴുവനും പറഞ്ഞത്? പറയടി. ഐ എം സോറി കിരൺ, പക്ഷെ എനിക്ക് ഇതല്ലാതെ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല കിരൺ. വഴിയൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് വെച്ചാ നീ എന്താ പറയുന്നേ? നോക്ക് മാനസി, നീ എന്നോട് ഇത് പറയ. നീ എന്തിനാ ഇല്ലാത്ത കഥ മുഴുവനും പറഞ്ഞത്? നിന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ? നിന്നെ ഫോഴ്സ് ചെയ്തൊന്ന് കള്ളം പറയാൻ വേണ്ടിട്ട് ഒന്ന് വാ തുറന്ന് പറയ സത്യം എന്താണെന്ന്. നോക്ക്, നീ എന്താണെങ്കിലും എന്നോട് പറയാ. ഐ കൻ ഹെൽപ് യു. പ്ലീസ്, യു ഹാവ് ടു ട്രസ്റ്റ് മീ. കിരൺ പ്ലീസ്, എനിക്ക് മാപ്പ് തരൂ. ഇതിലും കൂടുതലായി എനിക്കൊന്നും പറയാനാവില്ല. ഐ എം റിയലി സോറി. അല്ല മാനസി, നീ വന്നോ കിരൺ? നിനക്കിപ്പോൾ മതിയായില്ലേ? അതോ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? നീ ഇനിയും ഈ കല്യാണം മുടക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ കാണുന്നുണ്ട്. ഏതൊരു ഫംഗ്ഷൻ ഉണ്ടായാലും നീ എന്റെ പൃഥ്വിയെ തരം താഴ്ത്താനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. പിന്നെ ഇന്ന് നിന്റെ ചേട്ടനും നിന്റെ ഫാമിലിയും കൂടി അതിന് കൂട്ടിച്ചേർന്നിരിക്കുന്നു. ശരിക്കും നിങ്ങൾക്ക് എന്റെ പൃഥ്വിയോട് എന്ത് ശത്രുതയാണുള്ളത്? ഇല്ല ആന്റി, ഇത് ശത്രുതയൊന്നുമല്ല. അത് ഒരിക്കലും കിരണിന്റെ തെറ്റല്ല. അവനത് എന്നോടുള്ള സൗഹൃദം കൊണ്ട് ചെയ്തതാ. അതെ, പ്രീത പറയുന്നത് വളരെ ശരിയാണ്. കിരണും പ്രീതയും വളരെ നല്ല കൂട്ടുകാരാണ്. അതുകൊണ്ടാണ് അവന് പ്രീതയെക്കുറിച്ച് ഇത്രയും വിഷമമുള്ളത്. നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ, ഉറപ്പീരിന്റെ സമയത്ത് പ്രീത തീയിലകപ്പെട്ടപ്പോ ആദ്യം ഇവരാണ് അവളെ രക്ഷിക്കാനായിട്ട് തീയിലേക്ക് എടുത്തു ചാടിയത്, ജീവൻ പോലും നോക്കാതെ. അങ്ങനെയുള്ള സൗഹൃദമാണ് ഇവര് തമ്മിൽ. നിങ്ങളും കേട്ടതല്ലേ ആ പെൺകുട്ടി പറഞ്ഞതത്രേ? മാനസി പറഞ്ഞില്ലേ കിരണിനോട് പറഞ്ഞത് നുണയാണെന്ന്? അപ്പോ അവന്റെ കൂട്ടുകാരിയെ രക്ഷിക്കാൻ മാത്രമാണ് ശ്രമിച്ചത്, മറ്റൊന്നിനുമല്ല. രോഹിത് ഇതിൽ ഇടപെട്ടത് കിരൺ ചെയ്തതൊക്കെ അവന് ശരിയാണെന്ന് തോന്നിയത് കൊണ്ടാ. അവന് പ്രീതയെ ഒരുപാട് ബഹുമാനമുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇപ്പോൾ നടന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും മറക്കാം. ഇപ്പൊ ഞങ്ങൾക്ക് ആരോടും ഒരു വിരോധവും ഇല്ല. നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ഓർത്താ മതി. രോഹിത്തും കിരണും പുറമേയുള്ള ഒരാളുകളല്ല. അവർ ഞങ്ങളെ കുടുംബത്തിന് തന്നെ ഭാഗമാണ്. ഇപ്പൊ ഞങ്ങളുടെ കുടുംബം നിങ്ങളുടെ കുടുംബമായിട്ട് ചേരാൻ പോവുകയാണ്, ഒരു പുതിയ ബന്ധം വഴി. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കരുതണം. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു തെറ്റ് പറ്റിപ്പോയി. അതറിയാതെയാണെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് തരണം. എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലായി. ഇവരുടെ ലക്ഷ്യം നല്ലതായിരുന്നു. പക്ഷേ എന്റെ മകനിൽ ആരെങ്കിലും കുറ്റം ആരോപിച്ചാൽ ഞാൻ എന്റെ മകന്റെ കൂടെയല്ലേ നിൽക്കുകയുള്ളൂ. പിന്നെ എന്റെ മകൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. പക്ഷെ നിങ്ങൾ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒരു കുടുംബം പോലെയാണ്. കുടുംബക്കാരാവുമ്പോൾ വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാനാവില്ലല്ലോ. അതുപോലെ തന്നെ എനിക്ക് രോഹിത്തിനോട് യാതൊരു വിരോധവുമില്ല. പക്ഷേ കിരണും പൃഥ്വിയും തമ്മിലുള്ള ഈ ചെറിയ പ്രശ്നങ്ങൾ അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് അതെല്ലാം പരിഹരിക്കണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ പറഞ്ഞത് കടം എടുത്തതുപോലെ നിങ്ങൾ പറയുന്നത്. സത്യം പറഞ്ഞ രണ്ടുപേരും തമ്മിൽ എന്ത് പ്രശ്നമാണെങ്കിലും അതില്ലാതാകുന്നത് എത്ര നല്ല കാര്യമാണ് അല്ലേ? കിരൺ, പൃഥ്വി, ചെല്ലു, രണ്ടുപേരും തമ്മിൽ കെട്ടിപ്പിടിക്കും. ഈ പ്രശ്നം ഇന്ന് ഇവിടെ തന്നെ തീർക്കും. കിരൺ, വരൂ മോനെ. ഒരാൾ എന്റെ ഭർത്താവാകാൻ പോകുന്നയാൾ, മറ്റൊരാൾ എന്റെ നല്ല സുഹൃത്തും. ഇവർക്കിടയിലുള്ള ഈ ശത്രുത എപ്പോ തീരുമെന്ന് എനിക്കറിയില്ല. കിരൺ എന്തുമാത്രം വിഷമായി കാണും. I will just freshen up and come. Excuse me.
ബേബി 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 ഫാന്റാസ്റ്റിക്. നീ നിന്റെ പുന്നാര ബേബി രക്ഷിച്ചല്ലോ. ഞാൻ കരുതിയത് നമ്മുടെ കാര്യം ഇന്നത്തോടെ അവസാനിക്കുമെന്നാണ്. നമ്മൾ ഇത്ര മോശമായാണ് പെട്ടുപോയത്. പക്ഷെ നീ അത്ഭുതം തന്നെയാണ് കാട്ടിയത്. ആ മാനസി മോൾ ഇന്നെല്ലാം ഉറപ്പിച്ചതായിരുന്നു എന്റെ എല്ലാ കള്ളത്തരം മുഴുവനുമായി പൊളിച്ചെടുക്കുമെന്ന്. പക്ഷെ നീ എന്ത് അത്ഭുതമാണ് ചെയ്തത്? നിന്നെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ സാധിച്ചു? മതി മതി എന്നെ പുകഴ്ത്തുന്ന പിന്നെ ആദ്യം നീ വേഗം തന്നെ മാനസിയുടെ വീടിന്റെ അഡ്രസ് താ. മാനസിന്റെ വീടിന്റെ അഡ്രസ്സോ? അതെന്തിന്? കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കണ്ട. എന്താണ് പറഞ്ഞത് അത് ചെയ്. ഇന്ന് നീ കാരണം നമ്മൾ പെട്ടുപോയനെ. നീ പറഞ്ഞത് ശരിയാണ്. എനിക്ക് തെറ്റുപറ്റി. ഐ എം റിയലി സോറി. ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. നീ എനിക്ക് എന്ത് ശിക്ഷ തരുന്നോ അത് ഞാൻ സന്തോഷത്തോടെ വാങ്ങിച്ചോളാം. ഓക്കെ, ഞാൻ നിനക്ക് അവളുടെ അഡ്രസ് ടെക്സ്റ്റ് ചെയ്യാം ഇപ്പൊ തന്നെ. പിന്നെ നോക്ക്, നീ വേഗം പോയി നിന്റെ എൻഗേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ എൻഗേജ്മെന്റ് ഒന്ന് കഴിഞ്ഞോട്ടെ. Thank you so much. Go, go. Yeah. എന്താ വേണ്ടേ? കിരൺ നമ്പ്യാർ. അല്ല, ദേ കിരൺ നമ്പ്യാർ. എന്റെ മുന്നിൽ നിൽക്കുന്ന ഇയാള് ഒരു തോറ്റുപോയ മനുഷ്യനെ പോലെ. ഞാൻ ഒരിക്കലും തോൽക്കാറില്ല. ഓക്കെ, ചില ആൾക്കാരുടെ ബുദ്ധിയില്ലായ്മ കാരണം എനിക്ക് പിന്നോട്ട് മാറേണ്ടി വരുന്നതാണ്. എനിക്ക് ഈ പൊട്ടത്തിലൊന്നും കേൾക്കണ്ട. നിനക്ക് ഈ കിരൺ നമ്പ്യാരെ വേണമെന്നുണ്ടെങ്കിൽ നീ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യ എത്രയും വേഗം. ഞാൻ ഉറപ്പായും ക്യാൻസൽ ചെയ്തേനെ. പക്ഷെ പൃഥ്വി തെറ്റുകാരനാണ് തെളിയിക്കാൻ. അവൻ തെറ്റുകാരനാണ്. തെറ്റാണ്. ഒന്നല്ല, ഒരു 1000 തവണ പറയാം അവൻ തെറ്റുകാരനാണെന്ന്. അവൻ എത്ര സൂത്രക്കാരനാണെന്നോ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കി എന്ത് പ്രശ്നം വന്നാലും രക്ഷപ്പെടും. പക്ഷെ നീ എന്താണ് എന്നെ വിശ്വസിക്കാത്തത്? നിനക്ക് ഒരു അല്പം പോലും വിശ്വാസമില്ല എന്നെ? വിശ്വാസമുണ്ട്, എനിക്ക് നിന്നിൽ ഒരുപാട് വിശ്വാസമുണ്ട്. പക്ഷെ പൃഥ്വി സംശയിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? എന്തെങ്കിലും ഒരു കുറ്റം എന്റെ കണ്ണി പെടേണ്ടി അങ്ങനെ ഒന്നും കാണുന്നില്ല. ശരിയാ നീ പറയുന്നേ. ഈ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട മന്ദബുദ്ധി ഞാനാടി. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എല്ലാവരും ഇപ്പൊ കരുതുന്നത് എന്താന്ന് വെച്ചാ പൃഥ്വിയുടെ കള്ളം സത്യമാണെന്നും എന്റെ സത്യം കള്ളമാണെന്നും. എല്ലാവർക്കും ഇത് തന്നെ പ്രോബ്ലം. എന്റെ പ്രീത, ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു അവ ആള് ശരിയല്ല, നിന്നെ ചതിക്കുകയാണെന്ന്. ശരി, നീ ഇതൊക്കെ വിട്. നീ എന്നോടൊരു കാര്യം പറയ. നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിനക്ക് കല്യാണം കഴിച്ച പോരെയെന്ന്. മഞ്ഞുപോലെ കുഞ്ഞുപോലെ സ്നേഹമോ? അത് കല്യാണം കഴിഞ്ഞ തനിയെ ഉണ്ടാകില്ലേ? പ്രീത, നിനക്ക് എന്താടി ഒന്നും മനസ്സിലാകാത്തത്? ഈ എൻഗേജ്മെന്റ് ഒരു പൊട്ടക്കിണറാണ്. അതിലേക്ക് എടുത്തു ചാടി നീ തന്നെ ഇല്ലാണ്ടായി പോവത്. കിരൺ, ജസ്റ്റ് റിലാക്സ്. നീ ഒന്ന് ശാന്തമായി ചിന്തിക്ക്. ഇവിടെ തെറ്റായി ഒന്നും സംഭവിക്കുന്നില്ല. സത്യോടെ നീ പറയുന്നേ ശരിക്കും കറക്റ്റ് ആണ്. ഞാൻ തെറ്റുകാരൻ. ഐ ഡോണ്ട് നോ, അറിയില്ല എനിക്ക് എപ്പോഴും നിന്നെ സുഹൃത്തായിട്ട് കാണാൻ തോന്നിയെന്ന്. ഞാൻ എപ്പോഴും നീ എനിക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണ്, എന്റെ ഫാമിലിക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്നാണ് കരുതിയത്. ശരിക്കും ഞാനൊരു ഡബിൾ ഡഫറായി കഴിഞ്ഞിരിക്കാം. നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അതായത് നിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ഞാൻ എത്രമാത്രം ഡിസ്റ്റർബ്ഡ് ആണെന്ന്. ഓക്കെ, ഇനി നീ സമാധാനായിരിക്കെ. ശരിക്കും എന്നെ നിന്റെ സുഹൃത്താക്കിയതിൽ നീ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ എന്നെ ഒന്ന് സ്മൈൽ ചെയ്ത് കാണിക്ക്. നിന്റെ ഡിമാൻഡ് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നില്ലേ പെണ്ണെ? അതിനെന്താ ഡിമാൻഡ് ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? ഇല്ല. വാട്ട് പ്രീത, നോക്ക്, ഞാൻ ഒന്നാതെ വല്ലാത്ത ടെൻഷനായി നിൽക്കുന്നേ. ഓക്കെ, നിനക്ക് ഈ എൻഗേജ്മെന്റ് വേണമെങ്കിൽ പോയി നടത്തുക. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, എനിക്ക് അതിൽ ഒട്ടും താല്പര്യമില്ലാന്ന്. നമുക്ക് നോക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്നും ഞാൻ നിനക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്നും. കിരൺ, മോളെ പ്രീത, മോളെ അവിടെ എല്ലാവരും ചടങ്ങ് തുടങ്ങാൻ കാത്തിരിക്കുകയാണ്. വാ. കിരൺ, നീയും മാമോനെ, നീ ഇല്ലാതെ ആ ചടങ്ങുകളൊന്നും ഞങ്ങൾ തുടങ്ങില്ല. പടവിൽ കൊഞ്ചെത്തും കുളിരിൽ പോകാം. ഇനി വരൻ തന്റെ ഭാവി വധുവിന്റെ കയ്യിൽ മോതിരം അണിയിക്കും. ശരി. താങ്ക് യു.
ഈ എൻഗേജ്മെന്റ് നടന്നതുകൊണ്ട് സൃഷ്ടി ഒത്തിരി അപ്സെറ്റ് ആണെന്ന് തോന്നുന്നു. നിനക്ക് ഈ എൻഗേജ്മെന്റ് വേണമെങ്കിൽ പോയി നടത്തുക. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, എനിക്കതിൽ ഒട്ടും താല്പര്യമില്ലാന്ന്. സാന്ദ്രമാം സന്ധ്യതൻ മനയോലമായി ഒരു കുഴപ്പമില്ല. നിങ്ങൾ രണ്ടുപേരും എന്നെ എത്ര തുറിച്ചു നോക്കിയാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല. ഇനി നിങ്ങൾ രണ്ട് സഹോദരന്മാരെ ഞാൻ ഒത്തിരി തരം താഴ്ത്താൻ കിടക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല അല്ലേ ഈ എൻഗേജ്മെന്റ് നടക്കണമെന്ന്, അല്ലേ? പക്ഷെ നോക്ക്, ഈ എൻഗേജ്മെന്റ് നടന്നു. ഇനി നിങ്ങൾ നോക്കിക്കോ, കാണാൻ പോകുന്നതേ ഉള്ളൂ എന്റെ ഭാവി വധുവിനോടൊപ്പം ഞാൻ ഒട്ടിച്ചേർന്ന് എങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യുമെന്ന്. നിങ്ങളുടെ രണ്ടുപേരുടെയും രക്തം തിളയ്ക്കും, പക്ഷെ ഒന്നും ചെയ്യാനാകില്ല. ഒന്നും മിണ്ടാനാകാതെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാക്കും ഞാൻ നിങ്ങളെ. പൃഥ്വി മേനോൻ. ഇന്ന് വന്ന എല്ലാ ഗസ്റ്റുകൾക്കും ഞാൻ താങ്ക് യു പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ സന്തോഷത്തിന്റെ ഭാഗമായതിൽ ആചാരപരമായ എല്ലാ ചടങ്ങുകളും പൂർത്തിയായി. പക്ഷെ ഒരു കാര്യം മിസ്സിംഗ് ആണ്, അതാണ് റൊമാൻസ്. നോക്ക്, റൊമാൻസ് ഇല്ലാതെ ഈ ഫംഗ്ഷൻ പൂർണ്ണമാകാത്തതുപോലെയാണ്, ഇൻകംപ്ലീറ്റ്. അതുകൊണ്ട് ഇന്ന് ഞാൻ എന്റെ ഫിയാൻസിക്കൊപ്പം ഒരു റൊമാൻറ്റിക് ഡാൻസ് ചെയ്യാൻ പോവുകയാണ്. ആന്റി, ഞാൻ പ്രീതയുടെ കൂടെ ഒരു ഡാൻസ് ചെയ്തോട്ടെ? മോനെ, നീ എന്നോട് അനുവാദം ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ നീ ആരുമായാണോ ഡാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവളുടെ അനുവാദം അത്യാവശ്യമാണ്. ഓഫ് കോഴ്സ് ആന്റി. പ്രീത, നീ എനിക്കൊപ്പം ഡാൻസ് ചെയ്യില്ലേ? പൃഥ്വി, അത് എനിക്ക് ഒത്തിരി ക്ഷീണമുണ്ട്. പ്ലീസ് ഇപ്പൊ വേണ്ട. ഐ എം സോറി. പ്രീത, ഒരു കാര്യം പറയട്ടെ. കിരൺ ഇന്ന് കളിച്ച തരം താഴ്ന്ന ഡ്രാമ കാരണം എന്റെ മനസ്സ് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സ്പെഷ്യൽ ഡേയ്സ് എനിക്ക് കൈപ്പുള്ള ഓർമ്മകൾ മാത്രം ആവരുത്. എനിക്ക് നിന്നോടൊപ്പം മധുരമുള്ള കുറച്ച് നല്ല ഓർമ്മകളുമായി വേണം ഇവിടെ നിന്ന് പോവാൻ. ആ ഓർമ്മകൾ എപ്പോഴും നമുക്കൊപ്പം ഉണ്ടാകണമെന്നാണ് എന്റെ ആഗ്രഹം. സോ പ്ലീസ്. ഓക്കേ, ഫൈൻ. ഓൾറൈറ്റ്, ലെറ്റ്സ് ഡാൻസ്. ദാറ്റ്സ് റിയലി സ്വീറ്റ് ഓഫ് യു. താങ്ക് യു സോ മച്ച്. സമീർ, ഐ തിങ്ക് യു ആർ എ ഗുഡ് DJ. കഴിഞ്ഞ തവണ നീ നല്ല പാട്ടുകളാണ് ഇട്ടത്. സോ ഇന്നും നിന്റെ പ്ലേലിസ്റ്റിൽ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ് ഏതാണ്? അതൊന്ന് പ്ലേ.
സമീർ, മ്യൂസിക് എന്താ നിർത്തിയത്? അത് ഫ്യൂസ് കത്തിപ്പോയി. എന്തോ പ്രശ്നമാണ്. ഫ്യൂസ് പോയെന്നോ?